വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ നടനാണ് അജു വർഗീസ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. കോമഡി റോളുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ അജു വർഗീസ് 2019 റിലീസായ കമല എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറി. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഹെലൻ എന്ന സിനിമയിലൂടെ വില്ലൻ വേഷവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. TV രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നമാണ് താരത്തിൻ്റെ പുതിയ ചിത്രം. ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സിനിമ എന്നത് എല്ലാവർക്കും സാധ്യമാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന യാഥാർത്ഥ്യം താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്ന് താരം പറഞ്ഞു. 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതിൽ എന്താണ് തോന്നുന്നത് എന്നുമുള്ള ചോദ്യത്തിന് താരത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇന്ന് ആർക്കും സിനിമ തിയേറ്ററിൽ ചെയ്യാമെന്നുള്ള ധൈര്യം മലയാളിക്ക് നൽകിയതിൽ പ്രമുഖ വ്യക്തിയെന്ന് ഞാൻ കരുതുന്നത് സന്തോഷ് പണ്ഡിറ്റിനെയാണ്. തിയേറ്ററിൽ ഇറക്കി ഹിറ്റായ ആ ധൈര്യമുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് അങ്ങനെയൊരു സിനിമ ചെയ്തയാളാണ് അദ്ദേഹം. ഇന്ന് ഫോണിൽ വരെ ആളുകൾ സിനിമ എടുക്കുന്നതിലേക്ക് എത്തിയതിൻ്റെ കാരണം അതാണ്. പുതുമയുള്ള സബ്ജക്റ്റാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അവർ ആ സിനിമ കാണും, അജു പറഞ്ഞു. സുബീഷ് സുധി, ഷെല്ലി, ഗൗരി ജി കിഷൻ, വിനീത് വാസുദേവ്, ഗോകുലൻ എന്നിവരാണ് ഭാരത് സർക്കാർ ഉൽപ്പന്നത്തിലെ പ്രധാന താരങ്ങൾ. ഭവാനി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ TV കൃഷ്ണൻ തുരുത്തി, രഞ്ജിത്ത് ജഗന്നാഥൻ, KC രഘുനാഥ് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. അൻസാർ ഷാ ഛായാഗ്രഹണവും അജ്മൽ ഹസ്ബുള്ള സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. ചിത്രം മാർച്ചിൽ തിയേറ്ററുകളിൽ എത്തും.